ആപ്ലിക്കേഷൻ VFS സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ്, അതായത് സ്റ്റാമ്പിങ്ങിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാം. mofa.visa.get ആപ്ലിക്കേഷൻ ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഫയുടെ വെബ്സൈറ്റിൽ കാണാൻ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് കോളത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൽ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തെ കോളത്തിൽ നാഷണാലിറ്റി സെലക്ട് ചെയ്യാം, അതായത് ഇന്ത്യ സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ കോളത്തിൽ നമ്മുടെ വിസ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഫാമിലി വിസിറ്റ് വിസ ആണെങ്കിൽ ഫാമിലി വിസിറ്റ് വിസ സെലക്ട് ചെയ്യും. ഓക്കെ. നാലാമത്തെ കോളത്തിൽ നമ്മൾ അറൈവിംഗ് പോയിന്റ്, അത് നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ. മുംബൈ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ കൊടുക്കുന്ന ആളുകളാണെങ്കിലും കൊച്ചി ആയാലും കാലിക്കറ്റ് ആയാലും ഒക്കെ തന്നെ മുംബൈൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ മുംബൈ സെലക്ട് ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾ ബഹ്റൈനിൽ നിന്നാണ് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ മനാമ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ അവിടെ കണ്ടക്ട് റിസർച്ച് എന്നുള്ളൊരു ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി വിസിറ്റ് വിസയുടെ സ്റ്റാറ്റസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുക 16-ാം തീയതി കൊടുത്തിട്ടുള്ള ആളുകൾ നോക്കുക. ഇവിടെ 365 തന്നെ അല്ലേ കൊടുത്തിട്ടുള്ളത് നോക്കുക, അല്ലെങ്കിൽ സിംഗിളാണോ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 365 വെച്ചിട്ടാണ് VFSൻ്റെ കോൺസുലേറ്റിൽ ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മൾ ഇന്ന് ഫാമിലി വിസിറ്റ് വിസ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിൽ ഇൻജാസ് നമ്പറൊക്കെ കിട്ടും. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇൻജാസ് നമ്പർ ഈ ലെറ്ററിൽ ആണ് സ്റ്റാർട്ട് ചെയ്യും, ഇൻജാസ് നമ്പർ. ഓക്കെ. പിന്നെ നമുക്കത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ 2 ഒരു ബാർകോഡ് മാത്രമേ അതിൽ കാണാൻ പറ്റും. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബാർകോഡ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് തരും. പിന്നെ അതിൽ ഒരു ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറുമായിട്ടായിരുന്നു അതിന് ഒരു ബാർകോഡ് വരും. അവസാന ഘട്ടത്തിൽ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുവന്നിട്ടുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ വിസ അവർ നമ്മുടെ ഇമെയിലേക്ക്, നമ്മളവിടെ കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്ക് അവർ സെൻഡ് ചെയ്യുകയാണ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വിസ നമ്പർ വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് 16-ാം തീയതി മുതൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫാമിലി വിസിറ്റ് വിസ ഇഷ്യൂ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ.